നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. മുക്കത്ത് ഗതാഗത പരിഷ്കരണം പാളുന്നു. ട്രാഫിക് സിഗ്നലും പ്രവർത്തിക്കുന്നില്ല. വയനാട് തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടന വിജയത്തിന് വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം വ്യാഴാഴ്ച. മുക്കത്ത് വ്യാപാരിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ സ്കൂട്ടർ യാത്രക്കാരനെ കണ്ടെത്താനായില്ല. ആത്മീയ ചികിത്സയുടെ മറവിൽ ഭിന്നശേഷിക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ കളന്തോട് സ്വദേശി അറസ്റ്റിൽ. മരണ അറിയിപ്പ്. വാർത്തകൾ വിശദമായി. മുക്കം നഗരത്തിലെ തിരക്കൊഴിവാക്കി ഗതാഗത സംവിധാനം കാര്യക്ഷമമാക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പരിഷ്കരണം താറുമാറാവുന്നു. മുക്കം ഓർഫനേജ്, അഭിലാഷ് PC ജംഗ്ഷനുകൾ, മാർക്കറ്റ് എന്നിവിടങ്ങളിലെ വൺവേ സംവിധാനം പലപ്പോഴും പ്രാവർത്തികമാകുന്നില്ല. മുക്കം പാലത്തിൽ നിന്നും ഓർഫനേജ് വഴി ആലിഞ്ചുവട് വരെ യാത്ര പകൽ സമയത്ത് നിരോധിക്കപ്പെട്ടതാണ്. ഈ വഴിയിൽ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ വൺവേ സംവിധാനം ഭൂരിപക്ഷ സമയത്തും പാലിക്കപ്പെടുന്നില്ല. റോഡരികിൽ വാഹനം നിർത്തിയിടുന്നതും ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നുപോകുന്നതും ഗതാഗതക്കുരുക്കിന് വഴിവെക്കുന്നുണ്ട്. PC ജംഗ്ഷനിൽ തിരക്കൊഴിവാക്കാൻ സ്ഥാപിച്ചിരുന്ന ട്രാഫിക് സിഗ്നൽ കണ്ണടച്ചിട്ടും നാളുകളേറെയായി. നഗരത്തിലെത്തുന്ന വാഹനങ്ങളിൽ ചിലത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്തിയിട്ട് പോകുന്ന പ്രവണതയുമുണ്ട്. കടകളിലേക്ക് എത്തുന്നവർക്ക് സാധനം വാങ്ങാൻ പ്രയാസപ്പെടുന്ന അവസ്ഥക്കെതിരെ വ്യാപാരികൾ നേരത്തെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പരിഷ്കരണം പാളിയതോടെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനത്തിൻ്റെ വിജയത്തിനു വേണ്ടി സംഘാടക സമിതി രൂപീകരണ യോഗം ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച ആനക്കാംപൊയിൽ പാരിഷ് ഹാളിൽ നടക്കും. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായും മലബാറിൻ്റെ വികസന മാതൃകയായും കരുതുന്ന തുരങ്കപാത കിഫ്ബി മുഖേന 2134 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മിക്കുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ഓഗസ്റ്റ് 31 വൈകുന്നേരം 4 മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസിൻ്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങ് വിജയിപ്പിക്കാനാവശ്യമായ സംഘാടക സമിതി രൂപീകരണ യോഗമാണ് തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫിൻ്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച നടക്കുന്നത്. അതേസമയം മുക്കത്ത് പുതുതായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി MLA അറിയിച്ചു. PMR കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് പാലത്തിൻ്റെ നിർമ്മാണ ചുമതല. ഇതിൻ്റെ പ്രവൃത്തിയും ഉടൻ ആരംഭിക്കുമെന്നും MLA. മുക്കത്ത് വ്യാപാരിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ സ്കൂട്ടർ യാത്രക്കാരനെ കണ്ടെത്താനായില്ല. 1 വർഷം പിന്നിട്ടിട്ടും എങ്ങുമെത്താതെ അന്വേഷണം. PC റോഡിലെ വ്യാപാരിയും വ്യാപാരി വ്യവസായി സമിതി മുക്കം യൂണിറ്റ് രക്ഷാധികാരിയുമായ KP മുഹമ്മദിനെയാണ് 1 വർഷം മുൻപേ ബൈക്ക് യാത്രികൻ ഇടിച്ചിട്ട് നിർത്താതെ പോയി കളഞ്ഞത്. 2024 ഓഗസ്റ്റ് 14 മുക്കം നഗരത്തിലെ പോസ്റ്റ് ഓഫീസ് റോഡിന് സമീപം നടപ്പാതയോട് ചേർന്ന് നിൽക്കുകയായിരുന്ന മുഹമ്മദിനെ വൺവേ തെറ്റിച്ചു വന്ന ബൈക്ക് യാത്രക്കാരൻ ഇടിച്ച് നിർത്താതെ പോവുകയായിരുന്നു. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ വരെ ലഭ്യമായിട്ടും പ്രതിയെ ഇനിയും പിടികൂടാനായിട്ടില്ല. അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ് പറയുമ്പോഴും പ്രതി കാണാമറയത്ത് തന്നെ. ആത്മീയ ചികിത്സയുടെ മറവിൽ ഭിന്നശേഷിക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ കളന്തോട് സ്വദേശി മുഹമ്മദ് മഷൂർ തങ്ങളെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശിയും ഭിന്നശേഷിക്കാരിയുമായ 40-കാരിയുടെ പരാതിയിലാണ് അറസ്റ്റ്. വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡനത്തിന് ഇരയാക്കുകയും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. മറ്റൊരു സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ഇയാൾ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യമെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ കേസിൽ അറസ്റ്റ്. മരണം. തിരുവനന്തപുരത്ത് ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ആനക്കാംപൊയിൽ പോർക്കാട്ടിൽ ചാക്കോ ബിന്ദു ദമ്പതികളുടെ മകൾ റോസ് മരിയ ആണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്തു വരികയായിരുന്നു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.